വത്തിക്കാൻ ചത്തുരത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ മധുബായ്ക്ക് സമാനമായ അൾത്താരയുടെ സമീപം നടക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ തന്നെയുമുള്ള പാപ പരിഹാരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രാർത്ഥനയോടുകൂടിയ ഹിം അഥവാ കീർത്തനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവേ കരുണയാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാപികളായ മനുഷ്യർ ദൈവപിതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ പിതാവ് പാപമോചനത്തിന്റെ ആശീർവാദം നൽകുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. Ecclesiam tuam edificari voluisti, respice propitius ad me famulum tuum, et concede utquem Petri constituisti successorem, populo tuo visibile faciam unitatis fidei, et communionis principium et fundamentum. Per Dominum nostrum, Iesum Christum Filium tuum, qui tecum vivit et regnat in unitate Spiritus Sancti Deus, per omnia saecula saeculorum. Amen. കളക്ട് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ഇൻട്രൊഡക്ടറി പ്രയർ, ആമുഖ പ്രാർത്ഥനയാണ് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഇപ്പോൾ വത്തിക്കാൻ ചത്തുരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയത്. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പരിശുദ്ധ കുർബാനയിലെ വായനകളിൽ ഒന്നാമത്തേതാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള വായനയാണ് ആദ്യമേ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് വായിക്കുന്നത് ഒരു വനിതയാണ് എന്നുള്ളതും സ്ത്രീകൾക്ക് കത്തോലിക്ക സഭയിലുള്ള പ്രാധാന്യത്തെ വിളിച്ചോതുന്ന മറ്റൊരു കാര്യമാണ് എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഒപ്പം തന്നെയും ഇത് വായിക്കപ്പെടുന്നത് സ്പാനിഷ് ഭാഷയിലാണ് എന്നതുകൂടെയും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സ്പാനിഷ് ഭാഷയിലുള്ള ഒന്നാം വായനയ്ക്ക് വേണ്ടി ഞാൻ നിശബ്ദനാകുന്നു. Por este nombre se presenta este sano ante vosotros. Él es la piedra que desechasteis vosotros, los arquitectos, y que se ha convertido en piedra angular. No hay salvación en ningún otro, pues bajo el cielo no se ha dado a los hombres otro nombre por el que debamos salvarnos. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധമായ പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ലോക നേതാക്കന്മാരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരോടൊപ്പം തന്നെയും വിവിധങ്ങളായ ഡെലഗേഷൻസിനെ നയിക്കുന്നവരുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആദ്യ വായനയ്ക്കു ശേഷം രണ്ടാം വായനയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസ്പോൺസോറിയൽ സാം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിവചന സങ്കീർത്തനമാണ് ഇപ്പോൾ മറ്റൊരു വ്യക്തി വായിച്ചു കേൾപ്പിക്കുന്നത്. അത് കീർത്തനമായി ആലപിക്കപ്പെടുന്നത്. ആ റെസ്പോൺസോറിയൽ സാമിന്റെ കീർത്തനം നമുക്കും കേൾക്കാം. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ കാതുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. La pietra scartata dai costruttori è divenuta la pietra d'angolo. Rendete grazie al Signore perché è buono. Alleluia, alleluia. Questo è stato fatto dal Signore, una meraviglia ai nostri occhi. Questo è il giorno che ha fatto il Signore. Rallegriamoci in esso ed esultiamo. Rendete grazie al Signore perché è buono. Alleluia, alleluia.
Sei tu il mio Dio e ti rendo grazie. Sei il mio Dio e ti esalto. Rendete grazie al Signore perché è buono, perché il suo amore è per sempre. Rendete grazie al Signore perché è buono. Alleluia, ഇറ്റാലിയൻ ഭാഷയിൽ ദൈവമേ അങ്ങേക്ക് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു, അങ്ങയുടെ ദാസനെ സംരക്ഷിക്കണമേ എന്നുള്ള പ്രതിവചന സങ്കീർത്തനമാണ് ഒന്നാം വായനയ്ക്ക് ശേഷം നാം കേട്ടത്. രണ്ടാം വായനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രതിവചന സങ്കീർത്തനത്തിന് ശേഷം രണ്ടാം വായന ഇപ്പോൾ നാം കാണുന്നു. അതിനായി നമുക്ക് ചെവിയോർക്കാം. As well as a partaker in the glory that is going to be revealed. Shepherd the flock of God that is among you, exercising oversight, not under compulsion, but willingly, as God would have you, not for shameful gain, but eagerly, not domineering over those in your charge. ലോകത്തിൻ്റെയും കത്തോലിക്ക സഭയുടെയും വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലാണ് രണ്ടാം വായന നടക്കുന്നത് എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലാണ് രണ്ടാം വായന നടക്കുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കപ്പെടാൻ ലയോ 14 മാർപ്പാപ്പ അമേരിക്കക്കാരനാണ് എന്നുള്ളതും ലാറ്റിൻ അമേരിക്കയിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ മാതൃഭാഷ എന്ന് വിളിക്കപ്പെടുന്നത് ഇംഗ്ലീഷാണ് എന്നുള്ളതും ഒരുപക്ഷെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഭാഷ ഇംഗ്ലീഷാണ് എന്നുള്ളത് കൊണ്ടും ഈ രണ്ടാം വായന ഇംഗ്ലീഷ് ഭാഷയിലായത് അല്പം കൂടെ മനോഹരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നുമുള്ള 2 വായനകൾക്കു ശേഷമുള്ള ഹല്ലേലൂയ കീർത്തന ആലാപനമാണ്. ഈ ഹല്ലേലൂയ കീർത്തന ആലാപനത്തിനു ശേഷമാണ് സുവിശേഷം വായിക്കപ്പെടുന്നത്. സുവിശേഷ വായന മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഗ്രീക്ക് ഭാഷയിലും ഒപ്പം തന്നെയും ലത്തീൻ ഭാഷയിലുമായി നടത്തപ്പെടുമെന്ന് വത്തിക്കാൻ മീഡിയ വിഭാഗം അറിയിച്ചിട്ടുണ്ട്.